ആടയാഭരണങ്ങളില്ലാതെ കരിവീര ചന്തം തീർത്ത് വടക്കുംനാഥനിൽ ആനയൂട്ട്. കർക്കിടക പുലരിയിൽ കനത്ത മഴയെ അവഗണിച്ച് ആനയൂട്ടിനെത്തിയത് ആയിരങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഊട്ടിൽ പങ്കെടുക്കാൻ എത്തിയത് 65 ഗജകേസരികൾ. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് ആയിരങ്ങളാണ് വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ 42ാമത് ആനയൂട്ടിനെത്തിയത്. സ്കൂൾ അവധിയായതിനാൽ രക്ഷിതാക്കൾക്കൊപ്പം നിരവധി കുട്ടികളും ആനയൂട്ടിനെത്തിയിരുന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ 5-ന് ആരംഭിച്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പിടിയാനകളടക്കം 65 ആനകളാണ് ഊട്ടിനെത്തിച്ചേർന്നത്. കുട്ടിയാന ഗുരുവായൂർ ലക്ഷ്മിക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് 60 പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കിയത്. 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങിയ പഴവർഗ്ഗങ്ങളും ദഹനത്തിനായി പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയതാണ് ആനകൾക്ക് നൽകിയത്. വെറ്റിനറി ഡോക്ടർമാർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധന കഴിഞ്ഞ ആനകളെ മാത്രമാണ് ആനയൂട്ടിൽ പങ്കെടുപ്പിച്ചത്. റവന്യൂ മന്ത്രി കെ രാജൻ, പി ബാലചന്ദ്രൻ MLA തുടങ്ങിയവരുൾപ്പെടെ ആനയൂട്ടിനെത്തിയിരുന്നു. ഈ വർഷം 64ഓളം ആനകളാണ് പങ്കെടുക്കുന്നത്. ഇത് 42ാമത്തെ വർഷമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ട് നടത്തുന്നത്. മഴ എല്ലാ കൊല്ലം ഉള്ളതാണ്. നമുക്ക് 9 മണി ആനയൂട്ട് സമയത്ത് ഈ മഴ മാറി നിൽക്കും. അതിന് ആനയൂട്ട് കഴിഞ്ഞാൽ 11 മണിക്ക് ശേഷം മഴ പെയ്യാറുണ്ട്. ഇത് എല്ലാ വർഷവും ഉള്ളതാണ്. പക്ഷേ ഈ വർഷം കുറച്ച് കൂടുതലാണ്. ആളുകളുടെ ജനത്തിരക്ക് നല്ല തിരക്കാണ്. ഇന്ന് ഇപ്രാവശ്യം മൊഹറം സ്കൂളില്ലാത്ത കാരണം സ്കൂൾ വിദ്യാർത്ഥികളുടെ തിരക്കുമുണ്ട്. അത് കാരണം ഭയങ്കര ജനത്തിരക്കാണ്. ആളുകൾക്ക് മഴയൊന്നൊരു പ്രശ്നമില്ല. തൃശ്ശൂരുകാർക്ക് ആന പറഞ്ഞ പ്രാന്താണ്. ഇപ്പോൾ ആന എവിടെയുണ്ടോ മഴയൊന്നൊരു പ്രശ്നമില്ലാണ്ട് ജനങ്ങൾ ഇടിച്ചുകൂടി നിൽക്കുകയാണ്. CCTV ന്യൂസ്, കേച്ചേരി.